Hello, welcome to Elance Tuitions. So, +1 commerce മിടുക്കന്മാരും മിടുക്കികളും എവിടെ വേഗം വരൂ. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് വിഷമമാണോ സന്തോഷമാണോ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഐ ഡോണ്ട് നോ അബൌട്ട് യുവർ ഫീലിങ്സ് ബട്ട് ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് നൗ. എവിടെ എല്ലാവരും വേഗം വരൂ. Mark your attendance and let's start our class. Yes, come on in. Okay. So, the last chapter of our +1 syllabus, English. And what's the name of the chapter? Conceptual Fruit by Thaisa Frank. Evide? Ellarum vanne? Vegam varu. I'm waiting for you all. Yes. Come on. സോ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോയി, എങ്ങനെയുണ്ടായിരുന്നു, ഹൗ വാസ് ഇറ്റ്, എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. രസിച്ച് നമ്മൾ പഠിച്ചു. ആൻഡ് അങ്ങനെ പഠിച്ചത് ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാമിങ് ആയി അല്ലേ. ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫെബ്രുവരി 15 എന്തുണ്ട്? വാട്ട്സ് വെയിറ്റിംഗ് ഫോർ us? മോഡൽ എക്സാം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു മാരത്തോൺ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? മെയിൻ എക്സാം ഉണ്ട്. കുറച്ച് സൗണ്ടിനൊരു പ്രശ്നമുണ്ട്, എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ? എക്സാമിങ് അടുത്തു, നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ വേഗം വാ. ഈ അവസ്ഥയിൽ ഞാനിവിടെ വന്നിരിക്കുന്നില്ല, അപ്പം നിങ്ങൾ വേഗം വാ കേട്ടോ. യെസ്, എല്ലാവരും റെഡി ആണോ? ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് അല്ലേ. യെസ്, കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക്. ആൻഡ് ഇതെന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ രീതിയിൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഓക്കെ, ഒരു ഫാമിലി ടൈം ക്വാളിറ്റി ടൈമിൽ നടക്കുന്ന ഒരു ഡിസ്കഷനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു ചിന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് എ ഗേൾ നെയ്മഡ് ഗ്രറ്റ ആൻഡ് ഹർ ഫാമിലിയാണ് ഈ ഒരു സ്റ്റോറി മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗ്രറ്റ എന്ന് പറയുന്നത് is a differently able child കേട്ടോ. സോ ആൻഡ് വി നോ വൺ തിങ് ദാറ്റ് ടെക്നോളജി മേക്സ് അവർ ലൈഫ് സോ ഈസി. നമുക്ക് എന്തും വളരെ ഈസി ആയിട്ട് ലൈഫിനെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ടെക്നോളജി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതേ ടെക്നോളജി നമ്മൾ സാധാരണ കോമൺ പീപ്പിളിന് വളരെ യൂസ്ഫുൾ ആണ്. ഈ ടെക്നോളജി ഇതിനേക്കാൾ കൂടുതൽ യൂസ്ഫുൾ ആകാം ആർക്ക്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്ത്, ആ ഒരു മെസ്സേജിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ കൺസെപ്ച്വൽ? ദ വേർഡ് കൺസെപ്ച്വൽ, സംതിങ് ദാറ്റ്സ് ഇൻ അവർ മൈൻഡ് അല്ലെ. റിയൽ വേൾഡിൽ ഇല്ലാത്ത ഈ ആശയപരമായി നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ഐഡിയാസ് അങ്ങനെയൊക്കെ ഇല്ലേ. സോ അതിനെ ബേസ് ചെയ്തിട്ട് ദിസ് ഫ്രൂട്ട്, എന്താണ് ഈ ഫ്രൂട്ട്? It's something related to the character of Greta because she likes one fruit. അതൊക്കെ ഏതാണെന്ന് നമുക്ക് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഷീ ഈസ് 16 years old. ഗ്രറ്റ എന്ന് പറയുന്നത് is a 16-year-old girl. ബട്ട് എന്താണ്, ഒരു 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു മെൻ്റൽ ഗ്രോത്ത് മാത്രമേ ഗ്രറ്റയ്ക്കുള്ളൂ. ആൻഡ് ഷീ ഈവൻ ലേൺ ടു ടൈ ഹർ ഷൂസ് ഓൺലി അറ്റ് ദി ഏജ് ഓഫ് 10. 10 വയസ്സായപ്പോഴാണ് ആദ്യം സഹായമില്ലാതെ ഷൂസിൻ്റെ ലേസ് എങ്ങനെയാണ് കെട്ടുക എന്ന് പോലും പഠിച്ചത്, ഒൺലി അറ്റ് 10. സോ വി നോ അല്ലേ, കുറച്ച് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും അവരുടെ ഗ്രോത്തിൽ. ബട്ട് സ്റ്റിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആർ എ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി, ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. വി നീഡ് ടു അക്സെപ്റ്റ് ദം, വി നീഡ് ടു ഗീവ് എ സ്പെഷ്യൽ place for them because they are also just a human being like us. അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, പകരം കൂടെ പിടിച്ച് നിർത്തുകയാണ് വേണ്ടത്. അവർക്ക് അവരുടേതായ ഒരു വർക്ക് സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. they have their own അവർക്ക് അവരുടേതായ പല രീതിയിൽ പല ടാലൻസ് ഉണ്ടാകും, അതൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആൻഡ് പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ചാപ്റ്ററിലേക്ക് തന്നെ പോവാം അല്ലേ. സോ കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക്. ദെൻ ഹൂ ഈസ് ഷീ? തൈസ ഫ്രാങ്ക് എന്ന് പറയുന്നത് ആരാണ്? തൈസ ഫ്രാങ്ക് ഈസ് ക്രിട്ടിക്കലി അക്ലെയിംഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ and she worked as a psychotherapist. You know, psychologist is a person who works നമ്മുടെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ സൈക്കോതെറാപ്പിസ്റ്റ് ഇസ്
who gives therapy, something related to our mind. So she knows അല്ലേ, ഇതേപോലുള്ള സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റുകൾക്ക് അറിയാം പലതരത്തിലുള്ള how we need to deal with these kinds of people, അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ആ ഒരു ഡൈനാമിക്സ് അതൊക്കെ ആർക്ക് മനസ്സിലാവും, സൈക്കോ തെറാപ്പിസ്റ്റുകൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു ചാപ്റ്ററിന് ഇവർ നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷനും ഇസ് വേറെ ലെവൽ. ഓക്കെ, യെസ്. ആൻഡ് ഷീ വർക്ക്ഡ് ആസ് എ സൈക്കോതെറാപ്പിസ്റ്റ് ബിഫോർ becoming a full-time writer, and in addition to writing fiction, Frank also teaches at the University of San Francisco. This short story, Conceptual Fruit, about the internet, appears in the collection of Sleeping in Velvet. Sleeping in Velvet എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഏത് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, വെൽ നോൺ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് ഈ ഒരു സ്റ്റോറി, പെർട്ടിക്കുലർ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട് എടുത്തിട്ടുള്ളത് ഏത് കളക്ഷനിൽ നിന്നാണ്? സ്ലീപ്പിംഗ് ഇൻ വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനിൽ നിന്നാണ്. സോ സമറി ഓഫ് ദ സ്റ്റോറി പറയുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഗെറ്റ് ടുഗദർ ടൈം, ഒരു ക്വാളിറ്റി ടൈം. ഫാമിലിയിലാകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ഫാമിലി ടൈം ദേ സ്പെൻഡ് ടുഗെദർ. ആ ഒരു സമയത്ത് വരുന്ന ഡിസ്കഷനാണ് ഇതിൻ്റെ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ മെയിൻലി വൺ ക്യാരക്ടർ, ആൻഡ് ഹൂ ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് ഗ്രെറ്റ. ഗ്രെറ്റയുടെ ഫാമിലി ആയിട്ടുള്ള ഫാദർ, മദർ ആൻഡ് ഹർ ബ്രദർ ഇൻക്ലൂഡിങ് ഗ്രെറ്റ. ഈ 4 പേരാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, then summary പറയുകയാണെങ്കിൽ the protagonist tells his family about an internet site where you can create whole streets. മെയിൻ 2 ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഗ്രെറ്റയും ഗ്രെറ്റയുടെ ഫാദറുമാണ്. സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഗ്രെറ്റയുടെ മദറും ബ്രദറും അത്രമാത്രം അറ്റാച്ച്ഡ് അല്ല ഗ്രെറ്റയോടെന്ന് തോന്നും. ദ പേഴ്സൺ ഹു സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം, ലൈക്ക് ക്വാളിറ്റി ടൈം ടുഗെദർ വിത്ത് ഗ്രെറ്റ എന്ന് പറയുന്നത് ഇസ് ഹെർ ഓൺ ഫാദർ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഗ്രെറ്റയുടെ ഫാദർ സ്റ്റാർട്ട് സ്പീക്കിംഗ് സംതിങ് അബൌട്ട് ദിസ് ഇന്റർനെറ്റ്, ആൻഡ് ഹി ഓൾസോ സേസ് ഹി introduces a website where you can create a virtual street, and in that street you can create a virtual house of your own എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ഫീച്ചേഴ്സ് പറയുകയാണ്. He sees that he tells his family about an internet site where you can create whole street. നിങ്ങൾക്കറിയാവോ ഇൻ്റർനെറ്റിലുണ്ടല്ലോ ഒരു വെർച്വൽ സ്ട്രീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ വെർച്വൽ സ്ട്രീറ്റിൽ നമുക്ക് നമ്മുടേതായ ഒരു വീടുണ്ടാക്കാൻ പറ്റും. അതിങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഗ്രെറ്റയുടെ ഫാദർ ഫാമിലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പറയുകയാണ്. His wife and son show little interest, continuing to eat pasta and artichoke. So they were having food together, and then ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രെറ്റയുടെ മദറിനും ബ്രദറിനും ഓ ഐ സി എന്നുള്ള രീതിയിൽ അവർ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് only his daughter Greta looks up and expresses curiosity. ഈ അച്ഛൻ പറയുന്ന ഈ ഒരു ഡയലോഗിൻ്റെ അടുത്ത് ഗ്രെറ്റ മാത്രമേ ശരിക്കും എന്താണ് ഒരു കറക്റ്റ് ലെവൽ ഓഫ് റെസ്പോൺസ് കൊടുക്കുന്നത് നമ്മുടെ ഗ്രെറ്റ മാത്രമാണ്. ബാക്കി എല്ലാവരും ഓക്കെ എന്നുള്ള രീതിയിൽ ബാക്കി ഫുഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡാഡി what did you just say? What was that? എന്നുള്ള രീതിയിൽ ആരാണ് ചോദിക്കുന്നത്? ഗ്രെറ്റയാണ് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഗ്രെറ്റ envisions buying a house on Pomanga Street and filling it with fruit and her own library. ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ പറ്റും, സ്വന്തമായിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗ്രെറ്റ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിയലി? അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ആ വീട്ടിൽ എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? ജസ്റ്റ് റിമെമ്പർ, ഷീ എന്ന് പറയുന്നത് ആരാണ്? ഹൂ ഇസ് ഷീ? ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. അപ്പം ആ കുട്ടി കാണുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്നതും അതേപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. സോ ഹി സീസ് ദാറ്റ് ആ കുട്ടിയുടെ ലൈബ്രറി എന്താണ് ഡെക്കറേറ്റ് ചെയ്യുന്നതും റൂംസ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ദ സൺ ഹൂ ഇസ് പ്രൊഫഷൻ ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ആൻഡ് പ്രിഫേഴ്സ് ഗിവിംഗ് അവേ ബുക്സ് ആൻഡ് പ്രാക്ടീസിങ് കരാട്ടെ. ബട്ട് ഹർ ബ്രദർ എന്ന് പറയുന്നത് ഇസ് റിയലി interested in karate. കരാട്ടയിലോട്ടാണ് താല്പര്യം. ആൻഡ് ഹി നോസ് ദിസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഹി ഈസ് റിയലി എന്താണ് ഗുഡ് അറ്റ് ഇറ്റ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ സില്ലി ആയിട്ടാണ് ബ്രദറിന് തോന്നിയത്. ഓക്കെ, ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ബാക്കി കരാട്ടയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയാണ് ഗ്രെറ്റയുടെ ബ്രദർ ചെയ്യുന്നത്. സോ ഓൺലി വൺ പേഴ്സൺ ഹൂ ഇസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത് ആരാണ്? ഗ്രെറ്റ മാത്രമേ ആ ഒരു റിയൽ ക്യൂരിയോസിറ്റി ഈ ഒരു സമയത്ത് ഫാദറിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്.
The wife is not interested in spending more time on the computer, preferring evenings in the garden. So, mother എന്ന് പറയുന്നത് she is a working woman and she spends time അല്ലെങ്കിൽ she works using this computer. അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ പിന്നെ ഇതിലിരുന്ന് വെർച്വൽ സ്ട്രീറ്റോ വെർച്വൽ വീടോ ഇരുന്ന് ഉണ്ടാക്കി കളിക്കാൻ അവർക്ക് she is not at all interested. So, what she prefers is that to spend some time in the garden. ഗാർഡനിൽ ഫ്രീ ടൈം കിട്ടുന്നത് ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാനാണ് മദറിന് ഇഷ്ടം. ഗ്രറ്റ repeats what she hears and wants to see the streets and fruits mentioned. അപ്പോൾ ഗ്രറ്റ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഫാദർ പറയുന്ന ഓരോന്നും വെർച്വൽ സ്ട്രീറ്റ്, a virtual house, and inside that virtual house we can build our own kitchen എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് അതേപോലെ തിരിച്ച് ചോദിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ഇന്നസെൻസോട് കൂടി ചോദിക്കുകയാണ് ഗ്രറ്റ ഉള്ളത്. അതേസമയം മദർ എന്താണ് പറയുന്നത്? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ വോണ്ട് ടു സ്പെൻഡ് റെസ്റ്റ് ഓഫ് മൈ ടൈം ഇൻ ദ ഗാർഡൻ എന്ന് പറയും. ആൻഡ് ബ്രദർ പറയും നോ, this is not my field. I already know this computer programming. Now I should spend some time എന്തിനാ കരാട്ടയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു ഇന്നസെൻസുമായിട്ട് ആരാണ് ഇരിക്കുന്നത്? ഗ്രറ്റയാണ് ഇരിക്കുന്നത്. ഓക്കെ. The protagonist decides to show Greta how to create trees and rooms on the computer. So, ഇവർ രണ്ടുപേരും ഫാദറും ഗ്രറ്റയും കൂടെ ചേർന്നിട്ട് യൂസിങ് ദിസ് സിസ്റ്റം they started മേക്കിംഗ് ദിസ് വെർച്വൽ സ്ട്രീറ്റ്, വെർച്വൽ ഹൗസ്, വെർച്വൽ കിച്ചൺ ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും ഗ്രറ്റ ഈസ് വെരി മച്ച് എക്സൈറ്റഡ്. ആൻഡ് ഗ്രറ്റ സിറ്റ്സ് വിത്ത് them slowly typing and expresses her desire for a house filled with peaches in every room. അപ്പോൾ ഫാദറിൻ്റെ കൂടെ ഗ്രറ്റ ഇരുന്നിട്ട് she can't do it all of a sudden. പെട്ടെന്ന് ടക്ക് 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 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഓരോ വേർഡ്സ് ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് വേണ്ടുന്ന മാറ്റങ്ങൾ ആ വീട്ടിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാർട്ടൂൺ പോലെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഇത് കാണുന്നത്. വെർച്വൽ സ്ട്രീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുന്നു. അതിൽ ഗ്രറ്റയ്ക്ക് വേണ്ടുന്ന രീതിയിൽ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് കാണുമ്പോഴത്തേക്ക് ഷീ ഈസ് ഫീലിംഗ് ലൈക്ക് ഷീ ഈസ് ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, എന്തോ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരുന്ന് പാവം കുട്ടി ചെയ്യാണ്. ഓക്കെ. Yes. So these are the points we discussed, and the protagonist creates Greta's streets and Greta's house, asking about windows, fireplace, curtains, and fruit preferences. So Greta അടുത്ത father ചോദിക്കുന്നുണ്ട്, what do you want to do in this room? How do you want to decorate this room? Which fruit do you like? എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഗ്രറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ്? പീച്ച് ആണ് അല്ലേ? She wants to fill the peaches. She wants to fill with peaches in every room. എല്ലാ റൂമിലും പീച്ചസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ആൻഡ് ദേ ഓൾസോ ഡിസ്കസ് കിച്ചണിൽ എന്തൊക്കെ വേണം, കിച്ചണിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് വെച്ച് നിറയ്ക്കണം, ഏതൊക്കെ വെജിറ്റബിൾസ് വേണം, എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു കുട്ടിയുടെ ഇന്നസെൻസ് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഫാദർ ഈഗർലി ചോദിക്കുകയാണ്. അതിനൊക്കെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഷീ ഈസ് ഡൂയിങ് സംതിങ് വെരി ഗ്രേറ്റ്. ആ ഒരു രീതിയിൽ റെസ്പോൺസ് നൽകിയിട്ട് വളരെ ഒരു ക്യൂട്ട് മൊമെൻറ്റ്സ് അവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുകയാണ്. ഓക്കെ. യെസ്. Then Greta chooses blue bowls and sheer white curtain for 11 windows, and she wants to decorate this kitchen and other things with blue color bowl. കാരണം bowl select ചെയ്തു. bowl ഏത് color, which color you want to give for this bowl Greta എന്ന് ചോദിക്കുമ്പോൾ ഗ്രറ്റ പറയും I want ബ്ലൂ എന്ന് പറയും. അപ്പോൾ ആ ബ്ലൂ സെലക്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ദെൻ ഷീ ഓൾസോ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് വരും. ഐ വോണ്ട് വൈറ്റ് കർട്ടൻസ് ഫോർ 11 വിൻഡോസ്, ഐ വോണ്ട് പീച്ചസ് ടു ഡെക്കറേറ്റ്, ഐ വോണ്ട് സംതിങ് എൽസ് ടു ഡു ദിസ്. ഇങ്ങനെ പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ദ പ്രൊട്ടഗോണിസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ വെർച്വൽ നേച്ചർ ഓഫ് ദ ഫ്രൂട്ട്, ഡിസപ്പോയിൻറ്റിംഗ് ഗ്രറ്റ ഹു തോട്ട് ദേ കുഡ് ബി റിയൽ. ഗ്രറ്റ വിചാരിക്കുന്നത് എന്താണ്, ഈ ഓരോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷീ ഈസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് ഓക്കെ ഷീ ഈസ് റിയലി ഡൂയിങ് ദിസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബട്ട് ദിസ് ഇസ് വെർച്വൽ, ദിസ് ഇസ് ഓൺലി വെർച്വൽ എന്നുള്ള കാര്യം ആർക്കാണ് അറിയാവുന്നത്? ഫാദറിനാണ് അറിയുന്നത്. ആൻഡ് വെൻ ഗ്രറ്റ കംസ് ടു നോ അബൌട്ട് ദിസ് വെർച്വൽ റിയാലിറ്റി ഷീ ഫീൽസ് റിയലി ഡിസപ്പോയിൻറ്റഡ്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, അവൾക്ക് ഭയങ്കര സങ്കടം വരും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഷീ ഈസ് ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. ആ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ മനസ്സിലോർക്കണം. ഓക്കെ. യെസ്. Then Greta smiles when she successfully clicks to reveal the word peaches. Peaches എന്നുള്ള വേർഡ് കാണുന്നുണ്ട്, ഫ്രൂട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഓരോന്നായിട്ട് പോയിട്ട് സിസ്റ്റത്തിൽ ചെന്ന് ക്ലിക്ക് ചെയ്യണ്ടേ. തെറ്റാതെ കറക്റ്റ് പീച്ചസിൽ തന്നെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് യെസ് ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഗ്രറ്റയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. The protagonist suggests other fruits and flowers and Greta agrees. So peaches സെലക്ട് ചെയ്തു. Then shall we move on to this thing. ഓരോന്ന് അതേ ഈഗോ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ
ഫാദർ ചോദിക്കും, അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഗ്രറ്റയും കാണാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്? ദോ ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ്, ഫാദർ ഈസ് ഗിവിംഗ് ഇനഫ് സ്പേസ് ഫോർ ഹർ, അല്ലേ, ടു എക്സ്പ്രസ് ഹർ ഒപ്പീനിയൻസ് ആൻഡ് സജഷൻസ്. ദിസ് ഫാദർ ഈസ് ഗിവിംഗ് എ പെർട്ടിക്കുലർ സ്പേസ് ആൻഡ് ഹി അക്സെപ്റ്റ്സ് ദാറ്റ്, അല്ലേ. ഗ്രറ്റയ്ക്ക് വേണ്ടുന്നതെല്ലാം അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത് അവളെ ഹാപ്പി ആക്കുക എന്നുള്ള ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഫാദറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് അങ്ങനെ വേണം ഒരു ഫാദർ, അല്ലേ. യെസ്. ദെൻ Greta's future living arrangements are hinted at living in a group house with others like her. So, Greta's future living arrangements are hinted at living in a group house with others like this. അപ്പം ഫാദറിന് when he is doing all these things കുറച്ചൊരു സങ്കടം വരുന്നുണ്ട്, because she is never gonna own a house of her own. ഗ്രറ്റയ്ക്ക് ഗ്രറ്റേഡായിട്ടുള്ള ഒരു വീട് പണിത് അതിലൊരു ഹൗസ് ഓണറായിട്ട് നിൽക്കുക എന്നുള്ളത് ഇസ് നോട്ട് പോസിബിൾ. ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ്, സോ ഷീ നീഡ്സ് ടു സെൻഡ് ടു ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് അയക്കേണ്ടത്, ലോട്ട് ഓഫ് അതർ സ്റ്റുഡൻസ് ഓൾസോ ലൈക്ക് ഇങ്ങനത്തെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് അവൾക്ക് ആവശ്യം. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ, ഗ്രോൺ അപ്പ് അഡൾട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പോലെ അവൾക്ക് അവളുടേതായ ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു കൺസേൺ ഫാദറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് the protagonist hopes for a large house with sheer white curtains and an orchard with real fruit for Greta. And she is also hoping like one day, അല്ലേ, ഒരു ദിവസം നമ്മുടെ ഗ്രറ്റയ്ക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എങ്ങനെയാണോ ഈ ഒരു ഇൻ്റർനെറ്റിൽ ഈ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതൊരു റിയൽ ലൈഫിൽ പോസിബിൾ ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹം, അല്ലേ, മോൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമോഷണൽ ആയിട്ട്, ടച്ചിങ് ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് us an idea that എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടേതായ ചോയ്സ് ഉണ്ടാകും, ആഗ്രഹമുണ്ടാകും. സോ മാറ്റി നിർത്തുകയല്ല, കൂടെ കൂട്ടി നിർത്തുക. ആ ഒരു എന്താണ് തീം അല്ലെങ്കിൽ ഒരു മെസ്സേജും ഈ സ്റ്റോറിയിൽ കൂടെ തരുന്നുണ്ട്. സോ മിസ് ഗീവ് അവേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ അമലേ. നമുക്ക് കൊണ്ടുവരാം കേട്ടോ, നമുക്ക് കൊണ്ടുവരാം. യെസ്, ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലായോ? എവിടെ ബാക്കി ടീമൊക്കെ എവിടെ? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, കാണാത്തത് കൊണ്ട്. എവിടെ എല്ലാവരെയും ഫ്രണ്ട്സിനെ കൂട്ടി വേഗം വന്നേ. സോ സ്റ്റോറിയുടെ സമ്മറി വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ തീംസിലേക്ക് പോവാണ് കേട്ടോ. വേഗം വരൂ. അമൽ, ഫ്രണ്ട്സിനെയും കൂട്ടി വരൂ. നമ്മൾ സമ്മറി വരെ ഡിസ്കസ് ചെയ്തു. കുറച്ച് സൗണ്ടിനൊരു ഇഷ്യൂ ഉണ്ട്. സൗണ്ട് ഓക്കെ ആയി വരുന്നുണ്ടോ? സൗണ്ട് കുറച്ച് പ്രശ്നം വരുമ്പോൾ മിസ് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കും കേട്ടോ. യെസ്. സോ സമ്മറി ഓഫ് ദ സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് എ ഫാമിലി ടൈം ബിറ്റ്വീൻ ഗ്രറ്റ ആൻഡ് ഹർ ഫാദർ. അമ്മയും ബ്രദറിനെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ പോകുന്നു. സോ ദ റെസ്റ്റ് ഓഫ് ദ ടൈം ഇസ് ബീങ് സെൻഡ്, അല്ലേ. ഫാദറും ഗ്രറ്റയും തമ്മിലുള്ള ഒരു ക്വാളിറ്റി ടൈമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെയർ ഹി ഡിസ്കസസ് വാട്ട് ഓൾ തിങ്സ് അബൌട്ട് എ വെബ്സൈറ്റ് വെയർ വി ക്യാൻ ക്രിയേറ്റ് എ വെർച്വൽ ആയിട്ടുള്ള സ്ട്രീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ട്രീറ്റിൽ വെർച്വൽ ഹൗസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ വെർച്വൽ ഹൗസിൽ നമുക്കൊരു വെർച്വൽ കിച്ചൺ ഇതാക്കാനായിട്ട് പറ്റും. ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഓൾ ദീസ് വെർച്വൽ തിങ്സ് ആൻഡ് ഹി ഓൾസോ നെയിംസ് ഇറ്റ് ആസ് ഗ്രറ്റാസ് ഹൗസ്, ഗ്രറ്റാസ് കിച്ചൺ, ഗ്രറ്റാസ് ഫ്രൂട്ട്സ് എക്സെട്ര. ഇതേപോലെ ഗ്രറ്റയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ ഇനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രറ്റ ഈസ് ഓൾസോ ഗെറ്റിംഗ് എ ഫീലിംഗ് ലൈക്ക് യെസ് there is something which is especially for me എന്നുള്ള ഒരു കാര്യം കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അമൽ പോയോ? യെസ്, ഒരു സെക്കൻഡേ. ഇവിടെ ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ, എന്നെയും ചാർജ് ചെയ്യട്ടെ, നോട്ട്സും ഒന്ന് ചാർജ് ചെയ്യട്ടെ. സോ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. And now moving on to the themes of this chapter. എന്തൊക്കെ തീംസ് ആയിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? ഇത്രയും സമ്മറി പഠിച്ചതിലൂടെ ഏതൊക്കെ തീംസ് വന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫാമിലി ഡിസ്കവറി, we know that. The protagonist finds an interesting internet site and shares it with the family. മെയിൻ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു തീം ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? when his father during this spending quality time together, he suggests about a website where we could create a lot
ലോട്ട് ഓഫ് വെർച്വൽ തിങ്സ് അല്ലേ. ആ ഒരു ഒറ്റ കീ പോയിന്റിൽ നിന്നാണ് ഇത്രയും ബ്യൂട്ടിഫുൾ സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഫ്രം വൈഫ് ആൻഡ് സൺ ബട്ട് ഗ്രറ്റ ദ ഡോട്ടർ ഇസ് ക്യൂരിയസ്. പറഞ്ഞതുപോലെ തന്നെ ഡോട്ടർ ലൈക്ക് അമ്മയും ഗ്രറ്റയുടെ മദറും ബ്രദറും ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ദെയർഫോർ അവർ അവരുടെ വഴി നോക്കി പോകുമ്പോഴത്തേക്ക് റെസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറയുന്നത് ഇസ് ദ ക്വാളിറ്റി ടൈം ബിറ്റ്വീൻ ഫാദർ ആൻഡ് ഗ്രറ്റ. ദെൻ ഗ്രറ്റാസ് ഐഡിയാസ് എന്തൊക്കെയാണ് പറയുന്നത്? ഗ്രറ്റ ഡ്രീംസ് ഓഫ് ക്രിയേറ്റിംഗ് ഹർ വെർച്വൽ ഹൗസ് വിത്ത് യുണീക്ക് ഡീറ്റെയിൽസ്. ഇതേപോലെ ഗ്രറ്റ സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ കിച്ചണും ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് ഗ്രറ്റയ്ക്ക് ഗ്രറ്റയുടേതായിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Her interests differ from her brother's karate and her mother's love for the garden. For her, ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് is a space where she could bloom her ideas അല്ലേ. ഗ്രറ്റയ്ക്ക് ഗ്രറ്റയുടേതായ ഐഡിയാസ് ബ്ലൂം ചെയ്യാൻ പറ്റുന്ന അല്ലെ ഭാവന വിടർത്താൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു ഈ ടെക്നോളജി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കണം എന്നില്ല ഗ്രറ്റയുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ടു ലേൺ തിങ്സ് ലൈക്ക് കരാട്ടെ ആൻഡ് അതർ തിങ്സ് ഗ്രറ്റയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല. സോ this technology helps her to find her own interest അല്ലേ. അതേപോലുള്ള അവളുടെ ഐഡിയാസും ഒക്കെ എനേബിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ടെക്നോളജി. ദെൻ ക്രിയേറ്റിംഗ് എ വെർച്വൽ വേൾഡ്. ദ പ്രൊട്ടഗോണിസ്റ്റ് ഡിസൈഡ് ടു ഷോ ഗ്രറ്റ ഹൗ ടു മേക്ക് വെർച്വൽ സ്ട്രീറ്റ്സ് ആൻഡ് റൂംസ്. ഫാദർ ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഹൗ യു ഷുഡ് ക്രിയേറ്റ് ഗ്രറ്റാസ് ഹൗസ്, ഗ്രറ്റാസ് കിച്ചൺ, ഹൗ ടു എന്താണ് മേക്ക് യൂസ് ഓഫ് ദിസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ടു ഡെക്കറേറ്റ് ദ റൂംസ്. ആൻഡ് ഷീ ഓൾസോ വോണ്ട്സ് ദിസ് വൈറ്റ് കർട്ടൻസ് അല്ലേ ഫോർ 11 വിൻഡോസ് തുടങ്ങിയ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഫാദറാണ് പറഞ്ഞു കൊടുക്കുന്നത്. സൗണ്ട് ഓക്കെ ആണോ? ചെറിയൊരു കിച്ച് കിച്ച് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. Greta gets involved wanting a house filled with peaches in every room. ഇതേപോലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. യു ക്യാൻ ഡെക്കറേറ്റ് യുവർ ഹൗസ് വിത്ത് ദീസ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷീ ഫൈൻഡ്സ് എ കീൻ ഇൻട്രസ്റ്റ്. എന്തിനാ? പീച്ച് യൂസിങ് പീച്ച് റൂംസ് ഡെക്കറേറ്റ് ചെയ്യാൻ ഗ്രറ്റയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം വരികയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് യു മെന്റ് ബൈ കൺസെപ്ച്വൽ ഫ്രൂട്ട്. ഓക്കെ. Then communication challenges. Greta has a unique way of repeating things she hears, and we know that she is mentally കുറച്ച് ഡൗൺ ആയിട്ടുള്ള കുട്ടിയാണ്. ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കില്ല കമ്മ്യൂണിക്കേഷൻ തിങ്സ് എന്ന് പറയുന്നത്. സോ when her father says certain things, she just repeats those things. അത് അവളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നതാണ്. Then the protagonist tries to connect with Greta through the virtual world, and using this technology he is providing a space for her to explore her own ideas, thoughts and how to implement these ideas എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സാൻഡ്ര പറഞ്ഞിട്ടുണ്ട് യെസ് മിസ്. സൗണ്ട് ഓക്കെ ആണെന്ന് ചോദിച്ചതിൻ്റെ ആണോ അതോ ആർ യു അറ്റൻഡിങ് മൈ ക്ലാസ് എന്നുള്ളതാണോ? ആർ യു ഗൈസ് ഏബിൾ ടു ഫോളോ ദിസ് ക്ലാസ്? സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ടെങ്കിലും ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിച്ചേ. സാൻഡ്ര ഗുഡ് ഈവനിങ്, വെൽക്കം ടു ക്ലാസ്, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ്. സോ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പലതരം സമ്മറി ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ആർ നൗ ഡിസ്കസിങ് ദിസ് ഡിഫറെൻറ്റ് തീംസ് ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി. യെസ്. ദെൻ ഈ ഒരു സ്റ്റോറിയിൽ വരുന്ന ചാലഞ്ചസ് ആൻഡ് സർപ്രൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രറ്റ ഇസ് ഡിസപ്പോയിൻറ്റഡ് ടു ലേൺ ദ വെർച്വൽ ഫ്രൂട്ട് ഇസ് നോട്ട് റിയൽ. ഷീ തിങ്സ് ദാറ്റ് ഷീ ഈസ് റിയലി ബിൽഡിംഗ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ ആൻഡ് വിച്ച് ഷീ ഈസ് ഡെക്കറേറ്റിംഗ് ഇറ്റ് വിത്ത് ഫ്രൂട്ട്സ് എന്നൊക്കെ ഉള്ളത് പാവം ശരിക്കും ചെയ്യുകയാണെന്ന് വിചാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് എ വെർച്വൽ വേൾഡ് ജസ്റ്റ് ലൈക്ക് എ റിയൽ വേൾഡ് എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. ബട്ട് ഷീ ഫീൽസ് disappointed. Though she feels disappointed, she is happy with what she is doing right then. അല്ലേ? Then the protagonist understands Greta's unique needs and preferences. നമ്മുടെ ഫാദറിന് ഗ്രറ്റയുടെ ആവശ്യങ്ങൾ എന്താണ് മനസ്സിലാക്കി അതെല്ലാം ചെയ്തു കൊടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ഗ്രറ്റയുടെ ഫാദർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഫോളോഡ് ബൈ അതേഴ്സ് വൈൽ ട്രീറ്റിംഗ് എ ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ് എന്നുള്ളൊരു മെസ്സേജ് എസ്പെഷ്യലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, സാൻഡ്ര തംസ് അപ്പ് കാണിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ഗിവിങ് എ മെസ്സേജ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ എനിക്കും പഠിപ്പിക്കാൻ പറ്റുമല്ലോ. യു ഗൈസ് ഏബിൾ ടു ഫോളോ എന്നുള്ള മെസ്സേജ് കാണുമ്പോൾ ഇറ്റ്സ് ഈസി ഫോർ മീ. യെസ്. അടുത്ത തീംസ് പറയുന്നത് എന്താണ്? ദ സ്റ്റോറി എക്സ്പ്ലോർസ് ഫാമിലി ഡൈനാമിക്സ്, communication challenges and the importance of understanding each other. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ?
പല തരത്തിലായിരിക്കും ആൾക്കാരുടെ ഒരു ഫാമിലി ആകുമ്പം എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ദർ ആർ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. ഒരു ഫാമിലി ആണെന്ന് കരുതിയിട്ട് ആ മെമ്പേഴ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആറ്റിറ്റ്യൂഡും ബിഹേവിയറും സെയിം ആയിരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈവൻ ഗ്രറ്റ എന്ന് പറയുന്നത് ഇസ് എ ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ്. സോ അവളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അവളെ അതേപോലെ അറ്റാച്ച്മെൻറ്റോടെ നോക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇറ്റ്സ് അപ് ടു ഇൻഡിവിജ്വൽ ചോയ്സസ്. അതുകൊണ്ട് തന്നെ മദർ ഇസ് നോട്ട് സോ മച്ച് അറ്റാച്ച്ഡ് ടു ഹർ. ബ്രദർ എന്ന് പറയുന്നതും ഹി ലിവ്സ് എ വേൾഡ് ഓഫ് ഹിസ് ഓൺ ആൻഡ് only person who values her ideas, comments, who tries to give an emphasis അല്ലെങ്കിൽ importance to her life എന്ന് പറയുന്നത് is only her father. അപ്പോൾ we understand this family dynamics. Then communication challenges. She is not able to understand everything he says, but she is slowly learning it. അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അഗൈൻ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. ഗ്രറ്റയുടെ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഗ്രറ്റയ്ക്ക് അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്നത് അല്ലേ? നസീബ, ഹലോ നസീബ, ഹൗ ആർ യു മൈ ന്യൂ സ്റ്റുഡൻറ്റ്? നസീബ ഞാൻ അതിന് മുന്നേ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടമായോ ക്ലാസ്സൊക്കെ? ഇനി റെഗുലറായിട്ട് വരണം കേട്ടോ. ഇഫ് യു ആർ എ ന്യൂ സ്റ്റുഡൻറ്റ് ഇനിയും സ്ഥിരമായിട്ട് വരണം. നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, യെസ്, അതാണ് പറഞ്ഞത് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ. കുറച്ച് താഴ്ചയിൽ നിൽക്കുകയാണെങ്കിൽ കൈ പിടിച്ച് കൂടെ നിർത്തടോ. ദാറ്റ്സ് വാട്ട് വി നീഡ് ഇൻ എ സൊസൈറ്റി. ഫാമിലിയിൽ അവർക്കൊരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് നമുക്കത് കിട്ടും? സോ ഫാമിലിയിൽ തന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ആൻഡ് വി നീഡ് ടു ഗിവ് ദം എ സ്പെഷ്യൽ സ്പേസ് ഫോർ ദെയർ ഓൺ റിക്വയർമെൻറ്റ്സ്. മാറ്റി നിർത്തരുത്, കൂടെ നിർത്തണം. ആരെ? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എന്നുള്ള മെസ്സേജ്. യെസ്, imagination and the desire for independence are key themes, especially in Greta's virtual world. ഗ്രറ്റയുടെ ആ ഒരു റിയൽ വേൾഡ് അല്ല, വെർച്വൽ വേൾഡ് ആണെങ്കിൽ പോലും ഗ്രറ്റയുടെ ഐഡിയാസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻസ്, ഫ്രീഡം. അവൾക്ക് അവളുടേതായ ചോയ്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡമാണ് ടെക്നോളജി യൂസ് ചെയ്ത് കിട്ടുന്നത്. വിച്ച് ഷോസ് ഹർ എന്ത്? അവളുടെ ആവശ്യം, അവളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ മുന്നോട്ട് പോകുമ്പം ഈ ഒരു സ്റ്റോറി അവസാനിക്കുമ്പം ഗ്രറ്റയുടെ ഫാദറിന് ഒരു ചെറിയൊരു ഒരു ഹിൻറ്റ് തരുന്നുണ്ട്. വാട്ട് ഹർ ലൈഫ് വുഡ് ബി അല്ലേ? സോറി ഫോർ ദിസ് ഇൻറ്ററപ്ഷൻ. ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. ബട്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? യെസ്, ഒരുപാട് ഹാർട്ടൊക്കെ കാണുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. താങ്ക് യു ഡിയേഴ്സ്. So hence at Greta's future living in a group house. So Greta എന്ന് പറയുന്നത് is a differently able child. So she is supposed to live her life in a എവിടെ? സ്പെഷ്യൽ സ്കൂളിലാണ് ഷീ ഈസ് സപ്പോസ് ടു ലിവ് ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വൈ കാൺ വി ഗിവ് ദം എ ചോയ്സ് ഓഫ് ദെയർ ഓൺ? പക്ഷേ ഈ ഒരു സൊസൈറ്റി നോംസ് അനുസരിച്ച് ഒരിക്കലും അവൾക്ക് അവളുടേതായ ഒരു സ്വന്തം വീട് ഉണ്ടാവില്ല. ഷീ ഈസ് സപ്പോസ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് അവിടെ ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് തരുന്നുണ്ട്. വിച്ച് ഇസ് നോട്ട് ദാറ്റ് നെസസറി. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം, അവരെയും കൂടെ നമ്മുടെ കൂടെ പിടിച്ച് നിർത്താനായിട്ടല്ലേ? യെസ്, അനിത, ഹായ് മിസ്. ഹലോ അനിത എന്ന് തന്നെയല്ലേ പേര്? യെസ്, ഹലോ, വെൽക്കം ടു Elance Tuitions. Then the protagonist envisions a large house with real fruit for Greta, catering to her unique preferences. And ഗേൾസിൻ്റെ മെയിൻ ഹീറോസ് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഫാദേഴ്സ് ആയിരിക്കും എന്ന് പറയാറില്ലേ അല്ലേ? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ പല കോഡ്സും സംതിങ് റിലേറ്റഡ് ടു ദിസ് ഫാദർ ഗേൾ ചൈൽഡ് റിലേഷൻഷിപ്പ് കോഡ്സൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫോർ എ ഡോട്ടർ ഹർ ഫസ്റ്റ് റിയൽ ഹീറോ ഇസ് ഓൾവേസ് ഹർ ഫാദർ എന്നുള്ള കോട്ട് നമ്മൾ വായിക്കാറുള്ളതാണ്. ദേവിക പറഞ്ഞിട്ടുണ്ട്, നീട്ടി പിടിച്ചൊരു ഹലോ പറഞ്ഞിട്ടുണ്ട്. മിസ് എക്സാമിന് ചാപ്റ്ററിന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നത് പറയുമോ? എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയുമോ എന്നുള്ളതാണോ? സോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷൻ തൊട്ട് നമുക്ക് എന്തുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാകും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ ഒരു ചാപ്റ്ററിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ ഈ ഒരു അവസാനം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ഓക്കെ, യെസ്. ദേവിക, ഹൗ ആർ യു? മിസ്സിൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കാണ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആൻഡ് സോ അറ്റ് ലാസ്റ്റ്
his dream is also revealed towards the last of the story that ഗ്രറ്റയ്ക്കും ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട് where she could arrange or decorate her houses with peaches, with white curtains എന്നൊക്കെയുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. യെസ്, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സബ്സ്റ്റാൻഷിയേറ്റ് ദ ടൈറ്റിൽ. ഈ ഒരു ചാപ്റ്റർ ആദ്യം എടുത്ത് നോക്കിയപ്പോൾ കൺസെപ്ച്വൽ ഫ്രൂട്ടോ അതെന്ത് പഴാന്ന് വിചാരിച്ചിട്ടുണ്ടോ? സോ +1 മെയിൻ എക്സാമിന് ജോബ് ആപ്ലിക്കേഷൻ വരുമോ, റെസ്യൂമേ ആൻഡ് ജോബ് ആപ്ലിക്കേഷൻ അല്ലേ, അതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർ വർ യു ദെൻ? എവിടെയായിരുന്നു ആ സമയം? കുഴപ്പമില്ല, നമ്മളിവിടെ ഇനിയും ചാൻസ് ഉണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ? ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ അല്ലേ. സോ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ദ ടൈറ്റിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇറ്റ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു അവർ ഓൺ ഇന്നർ മൈൻഡ്, നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയാസ്, നമ്മുടെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ്. ഇവിടെ ആ ഒരു ഫ്രൂട്ട് ഏതാണ്? her preference അല്ലെങ്കിൽ she likes the fruit peach, ആ ഒരു peach using peach, how she wants to decorate her room and how she wants to name Greta's kitchen, ഇതൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ. സോ നമ്മുടെ ആശയപരമായി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വീട്, ആ ഒരു ഫ്രൂട്ട്, ഹൗ ഷീ ഡെക്കറേറ്റ്സ്, ആ ഒരു രീതിയിൽ എത്തിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ വരുന്ന നെയിമാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. And in the story Conceptual Fruit, the title means that some things in the story, some things, ചില കാര്യങ്ങൾ in the story are more about ideas and imagination rather than physical stuff. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? using that website he is only creating a virtual street, a virtual house, a virtual kitchen etc. എല്ലാം virtual ആണ്, ഒന്നും റിയൽ അല്ല അല്ലേ. അപ്പം ഈ ഐഡിയാസ് എല്ലാം വരുന്നത് എവിടെയാണ്? വെർച്വൽ ആയിട്ടാണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് സംതിങ് ഇൻസൈഡ് ഇൻ ആർ ഡീപ്പ് മൈൻഡ്. നമ്മുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആഗ്രഹങ്ങളാണ് ഈ വെർച്വൽ വേൾഡിൽ കൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സർട്ടൻ തിങ്സ് ആർ നോട്ട് റിയൽ. ആ ഒരു ആശയപരമായിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ആ ഒരു തിങ് ആണ് ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിനെ തന്നെ ഈ ഒരു ടൈറ്റിൽ എംഫസൈസ് ചെയ്യുന്നത്. Then virtual creation as conceptual fruit. നോക്കിക്കേ, the protagonist creates a virtual space with fruits like peaches, apples and flowers. protagonist ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രറ്റാസ് ഹൗസ്, ഗ്രറ്റാസ് കിച്ചൺ, അതെല്ലാം യൂസ് ചെയ്യുന്നത് ഈവൻ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതിനൊരു ലൈഫ് കൊടുക്കുന്നതെല്ലാം വെർച്വൽ റിയാലിറ്റി ആണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന റിയൽ റിയാലിറ്റി അല്ല. റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നത് അല്ലേ. സബ്സ്റ്റാൻഷിയേറ്റ് ദ ടൈറ്റിൽ വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. These virtual elements symbolize the conceptual fruits of Greta's imagination. ഈ ഒരു കോൺസെപ്ച്വൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്ന എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? ഗ്രറ്റയുടെ ഇമാജിനേഷൻ ആണ്. ആൻഡ് ഡിസയേഴ്സ് ഓൾസോ, അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ഇമാജിനേഷനുമാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട്. ആസ് ദേ എക്സിസ്റ്റ് ഇൻ ദ ഡിജിറ്റൽ റിലം ബട്ട് ക്യാരി പേഴ്സണൽ ആൻഡ് സിംബോളിക് സിഗ്നിഫിക്കൻസ് ഫോർ അവളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഇങ്ങനെയാണ് സാധിക്കാനായിട്ട് പറ്റുന്നത്. സോ ഹൗ ടെക്നോളജി ഹെൽപ്സ് ദോ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ഓർഡിനറി പീപ്പിൾ, ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ എന്നാണ് പറയുന്നത്. Then, imagination and personal desires. Greta's specific preferences for peaches, blue bowls and sheer white curtains represent her unique and personal desires. അവളുടെ ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അതേപോലെ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ബ്ലൂ ബൗൾസ് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്യണം. ഏത് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ അവൾക്ക് ഇഷ്ടമുള്ളത്? പീച്ചാണ്. ആൻഡ് ഷീ വോണ്ട്സ് ടു കവർ ദിസ് 11 വിൻഡോസ് യൂസിങ് വൈറ്റ് കർട്ടൻസ്. ഇങ്ങനെ ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ തരുന്ന ഗ്രറ്റയെ കാണുമ്പം ഹൗ മച്ച് ഷീ ഡിസേർവ്സ് ഫോർ എ ഹൗസ് ഓഫ് ഹെർ ഓൺ എന്നുള്ളൊരു പോയിന്റ് കിട്ടുന്നില്ലേ? ഇല്ലേ? അത് റിയൽ വേൾഡ് ആണെന്നാണ് ആദ്യം വിചാരിക്കുന്നത്, പക്ഷെ അതൊരു വെർച്വൽ വേൾഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആൻഡ് എക്സൈറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രറ്റാസ് സ്ട്രീറ്റും ഗ്രറ്റാസ് കിച്ചണും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം സെൽഫ് ഇമാജിനേഷൻ, സെൽഫ് ഡിസയർ ഇതൊക്കെ കൂടെ പോർട്രേ ചെയ്യുന്നുണ്ട്. Then the title captures the essence of these preferences being more than just tangible elements. They are conceptual fruits of Greta's imagination. നമുക്കങ്ങനെ റിയൽ ആയിട്ടുള്ളതല്ല, ഇറ്റ്സ് mere virtual things. ആ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ദ സ്റ്റോറി റിച്ച് ആസ് എ ഹോൾ എന്നുള്ള പോയിന്റ് എടുത്തെഴുതണം. ഓക്കെ, യെസ്.
Then communication through conceptual elements. The virtual fruits become a means of communication between the protagonist and Greta. അവർ തമ്മിലുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പം അതിനെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഏത് കളർ വേണം ഗ്രറ്റ? ഗ്രറ്റയ്ക്ക് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടം ഗ്രറ്റ? ആൻഡ് വിച്ച് കളർ യു വോണ്ട് ടു ഗീവ് ദിസ് ടു ബൗൾ ആൻഡ് ഹൗ ഡു യു വോണ്ട് ടു ഡെക്കറേറ്റ് ദിസ് വിൻഡോസ് എന്നൊക്കെ ചോദിക്കുമ്പം ഗ്രറ്റയുടെ ഐഡിയാസ് ആണ് ഫാദറിന് കിട്ടുന്നത് അല്ലേ? അപ്പം ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരാളുണ്ടെന്ന് കാണുമ്പോൾ ഗ്രറ്റയ്ക്കും സന്തോഷം, ഗ്രറ്റയുടെ ഉള്ളിൽ ഇത്രമാത്രം ഡിസയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഫാദറിനും സന്തോഷം. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെർച്വൽ കോൺസെപ്റ്റിലൂടെയാണ്. Then the title suggests that these digital elements serve as conceptual fruits that bridge the communication gap and allow the expression of individual desires. ഇതുപോലെയുള്ള ഈ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ ഇവരുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെ മാറ്റിയിട്ട് ഗ്രറ്റയുടെ ഡിസയറിന് ഫാദറിന് അറിയാനോ ഫാദറിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഗ്രറ്റയ്ക്ക് അറിയാനോ ഉള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജായി മാറി എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് വെരി എന്താണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഈ ഒരു സ്റ്റോറി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഗൻ ചെറിയൊരു പ്രശ്നം, ഐ എം സോറി ഫോർ ദാറ്റ്. Metaphorical richness എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ the title implies that the true richness in the story lies in the conceptual, imaginative and personal aspects rather than in the physical or tangible elements. So നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പോലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് ഈ വെർച്വൽ റിയാലിറ്റിയാണ്. സോ ഇൻ ദാറ്റ് കേസ് അഗൈൻ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്നുള്ള ഒരു ടൈറ്റിൽ ഇതുപോലുള്ള പോയിന്റ്സിനെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഗ്രറ്റാസ് വെർച്വൽ വേൾഡ് വിത്ത് കൺസെപ്ച്വൽ ഫ്രൂട്ട്സ് ഹൈലൈറ്റ്സ് ദ ഇമോഷണൽ ആൻഡ് ഇമാജിനേറ്റീവ് ഡെപ്ത് വിത്തിൻ ഹർ പ്രിഫറൻസസ്. അറിയാം ഷീ ഈസ് എത്രയാണ് 16-year-old ഗേൾ ആണ്, ബട്ട് only had the mental growth of a 5th standard student. even at 10 അല്ലേ 10 വയസ്സുള്ളപ്പോഴാണ് ഷീ ഈവൻ സ്റ്റാർട്ടഡ് ടു ലേൺ ഹൗ ടു ടൈ ദ ലേസ് ഓഫ് ദ ഷൂസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് 10ാം വയസ്സിലാണ്. അതുപോലെ ഒരു കുട്ടിക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു വീട്, അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്തത് എന്താണ്? ഈ ഒരു വെർച്വൽ ടെക്നോളജിയാണ്. സോ ഇറ്റ് ഹൈലൈറ്റ്സ് ആ കുട്ടിയുടെ ഇമോഷൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇമാജിനേറ്റീവ് ഡെപ്ത് എത്രമാത്രം ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് കർട്ടൻ്റെ കളറ് വരെ പറയുന്ന ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവളുടെ പ്രിഫറൻസസ്, ഹെറോൺ ഡിസയേഴ്സ്, ഹെറോൺ ഐഡിയാസ്, ഇമാജിനേഷൻ ഡെപ്ത് ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി എസ്പെഷ്യലി ടൈറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? Then symbolism of the virtual world. The story revolves around this concept of this technology and the virtual world. ആ ഒരു പോയിന്റ് ആണ് ഏറ്റവും മുഖ്യം ബിഗിലെ ആ ഒരു പോയിന്റ് ആണ്. The virtual world created by the protagonist represents a space where conceptual fruits embodying dreams and desires can manifest and can be explored. നമ്മുടെ റിയൽ ലൈഫിൽ നല്ല മിടുക്കിയായിട്ടിരുന്നാൽ മാത്രമല്ല ഇതുപോലൊരു വെർച്വൽ വേൾഡിലും പലതും നേടാനുള്ള അവസരമുണ്ട്. യൂസിങ് ടെക്നോളജി നമ്മളുടെ ഇതുപോലുള്ള ആഗ്രഹങ്ങളെയും സാധിക്കാൻ പറ്റും എന്നുള്ളൊരു എംഫസിസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസും കൂടെ നമുക്ക് തരുന്നുണ്ട്. സോ ആ ഒരു സിംബോളിസം ഓഫ് ദ വെർച്വൽ വേൾഡ് എങ്ങനെയാണ് ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The title captures the symbolic nature of these digital elements as representations of deeper conceptual aspects of the character's life. ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ and how they connect, how it acts as a bridge between this communication gap തുടങ്ങിയ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. So this is the end of this chapter. Conceptual Fruit by Thaisa Frank. Mainly 4 characters, അതായത് one family, Greta, her father, her mother and brother. And when they are spending a quality time together, her father says about or introduces a website where we could build a virtual street, and in that virtual street we could also build a virtual house, and we could even change the detailing of that house according to our own personal desires എന്നുള്ള രീതിയിൽ പറയുന്നു. And these 2 characters who all mother and brother, they know everything about this computer programming. They spend time in computers, but they prefer something else. For mother, she wants to spend her free time in the garden, whereas for her brother, he wants to spend time practicing karate. The only person who is really interested in using this website is Greta, and then
അപ്പം മുതൽ ഗ്രറ്റയും ഫാദറും ഒരുമിച്ച് they started using this system. They tried to make a street and they tried to create a house of their own, and he named this house as Greta's house, and they also built a kitchen and he named that kitchen as Greta's kitchen. And അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ സില്ലി ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് തരുന്ന ഗ്രറ്റയുടെ റിപ്ലൈ കൊണ്ട് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. സോ കൺസേൺ ഓഫ് ഹർ ഫാദർ ഗ്രറ്റയ്ക്കും മനസ്സിലാക്കുന്നു, ഗ്രറ്റയുടെ ഉള്ളിൽ ഇത്രമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ളത് ഫാദറിനും മനസ്സിലാക്കുന്നു. ആൻഡ് ദ ബോണ്ട് ബിക്കം സംതിങ് ലൈക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ബോണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് കൺസേൺ ഓഫ് ഹർ ഫാദർ ലൈക്ക് ഗ്രറ്റ is supposed to live the rest of her life in a special school, but she can't have a real house of her own. But this possibility എന്ന് പറയുന്നത് ഗ്രറ്റയ്ക്ക് പോലും എന്തോ ഒരു സംഭവം നേടാൻ സാധിച്ചു. ഷീ ഈസ് ഏബിൾ ടു ഡു സംതിങ് വിച്ച് ഷീ റിയലി ഡിസയർ ഫോർ ക്വൈറ്റ് എ ലോങ് ടൈം എന്നുള്ള ഒരു കാര്യം കൂടെ സാധിച്ചു എന്നുള്ളൊരു രീതിയിൽ എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി. സോ വാട്ട് വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഇസ് ദാറ്റ് ഹൗ ദി യൂസ് ഓഫ് ടെക്നോളജി മേക്കിംഗ് ദ ലൈഫ് അല്ലേ യൂഷ്വലി സാധാരണ ആൾക്കാർക്ക് പോലും ഈ ഒരു ടെക്നോളജിക്കൽ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ഈസി ടു റിലൈ അപ്പോൺ. ബട്ട് ഇതേപോലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് വേറൊരു പുതിയ ഫീച്ചർ, ഒരു ലൈഫ് കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ഗെറ്റ് ആൻ ഐഡിയ ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ റിയൽസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് പോലെ ടെക്നോളജി വേഴ്സസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് വേഴ്സസ് വെർച്വൽ വേൾഡ് തമ്മിലുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾ കുട്ടിയാണെങ്കിലും മാറ്റി നിർത്തുകയല്ല, ദേ ഹാവ് ദെയർ ഓൺ ഡിസയേഴ്സ്, ദെയർ ഓൺ ഇമാജിനേറ്റീവ് പവേഴ്സ് അതുണ്ടെന്ന് മനസ്സിലാക്കി കൂടെ നിർത്തുക. ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലെവൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാനുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് അവർ +2 ഇംഗ്ലീഷ് സിലബസ്. സോ ആർ യു ഗൈസ് ഹാപ്പി? നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. മോഡൽ എക്സാമിങ് അടുത്തു, മാരത്തോണും ഉണ്ടാകും. അപ്പോഴത്തേക്കും മിസ് ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെ ആയിട്ട് റെഡി ആയിട്ട് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് മാരത്തോണിന് വരുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ദ ക്ലാസ്. നമുക്ക് ഇനിയും പൊളിക്കണം. ആൻഡ് please do let me know about your comments about this class, and see you in the next class. Till then, bye. Take care.